ഹായ് ഹലോ നമസ്കാരം. ശക്തി ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മളതൊരു സെയിൽ വീഡിയോ ആണ്. അതിനകത്ത് കുറച്ച് കസ്റ്റമേഴ്സ് എന്നോട് ചോദിച്ചിരുന്നു, വലിയ വിലയല്ലാത്ത കുറച്ച് പ്ലാന്റ്സ് ഒന്ന് സെയിലിടുമോ എന്ന് ചോദിച്ചു. വലിയ വിലയുടെ അവർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ സെൻസ്റ്റാർ 24 ക്യാരറ്റ് അതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റ്സ്, സീഡ്ലിങ്സ് അല്ല കേട്ടോ, അതിലും കുറച്ച് വലിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതൊന്ന് സെയിലിലേക്ക് ഇടുമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ കുറച്ച് പ്ലാന്റ്സ് അങ്ങനെ നമുക്ക് വന്നിട്ടുണ്ട്. ഇതാണ് സെൻസ്റ്റാറിൻ്റെ മദർ പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഞാൻ കാണിക്കാം. ഇതൊക്കെ നമ്മുടെ നേരത്തെയുള്ള കളക്ഷനുള്ള മദർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് കുറച്ച് റെഡ് ബ്യൂട്ടീസ് ഉണ്ട്. ആർക്കെങ്കിലും പ്ലാന്റ്സ് ഈ കാണിക്കുന്ന പ്ലാന്റ്സിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 8848296441 വാട്സപ്പ് മെസ്സേജ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മളൊരു ഓഫർ സെയിൽ ചെയ്താൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒരു സജഷൻ ഒന്ന് പറയണേ. ഏതൊക്കെ പ്ലാന്റ്സാണ് നമുക്ക് ഓഫർ സെയിലിലേക്ക് ഇടേണ്ടത്, നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സാണ് ആവശ്യം എന്നുള്ളതൊന്ന് ഒരു സജഷൻ നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓഫർ സെയിൽ പ്ലാന്റ്സ് ഇടാം നമുക്ക് കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കാം കേട്ടോ. എൻ്റെ വീഡിയോയിൽ എനിക്ക് 203 സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിലുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ പ്രൊഫഷണൽ ഒന്നുമല്ലല്ലോ, ഒരു ഫോട്ടോഗ്രാഫറൊന്നുമല്ല. നമുക്ക് നമ്മുടെ ഈ സാധാ ഫോണിൽ നമ്മൾ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ കുറവുകളൊന്നും നോക്കാതെ, യാതൊരു പരാതിയില്ലാതെ എല്ലാവരും നിറഞ്ഞ മനസ്സോടെ എൻ്റെ വീഡിയോ ഏറ്റെടുത്തു എന്നുള്ളത് ഭയങ്കര സന്തോഷം. ചില വീഡിയോ ഒക്കെ 1.2Kയിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു സെല്ലർ എന്ന നിലയിലേക്ക് പോലും എത്തും എന്ന് വിചാരിച്ചൊരാളല്ല. കാരണം അത്യാവശ്യം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുറച്ച് ചെടികൾ കാണുമ്പോൾ ഇഷ്ടം തോന്നിയാൽ നമ്മളത് വാങ്ങിക്കും, വീട്ടിൽ കൊണ്ടുവെക്കും. വലിയ വില കൊടുത്തായാലും എനിക്കിഷ്ടം തോന്നിയിട്ടുണ്ട്, ഞാൻ ആ ചെടി വാങ്ങിച്ച് വീട്ടിൽ വെക്കും. ഒടുവിൽ അത് ചിലപ്പോൾ ചീഞ്ഞു പോവും. അപ്പം വീട്ടുകാരുടെ വഴക്കും ബഹളവും എല്ലാം ഞാൻ സഹിച്ച് ക്ഷമിച്ച് ഒക്കെ ഞാൻ വീണ്ടും വാങ്ങിക്കും. എത്ര വഴക്ക് പറഞ്ഞാലും അടിച്ച് പിടിച്ച് ഞാൻ എവിടെ നിന്നെങ്കിലും ഞാനത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ചെടി വാങ്ങിച്ചിരിക്കും. എന്നിട്ട് നമ്മളത് വളർത്തിക്കൊണ്ടുവരും. പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മളത് പുതിയ ചെടികളിലേക്ക് നമ്മൾ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി പ്രൊപ്പഗേറ്റ് ചെയ്യും. അങ്ങനെ കുറേ ചെടികൾ എനിക്ക് വീട്ടിലായി. പിന്നെ അടുത്ത പരാതി എന്താണെന്നറിയോ? സിറ്റ് ഔട്ട് നിറച്ചും ചെടികളായി കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്നാലൊന്ന് ചെടി മാറ്റി വെച്ചു വേണം ഒന്നിരിക്കാൻ. സിറ്റ് ഔട്ടിൽ ചെടി, പോർച്ചിൽ ചെടി, ഒരു വണ്ടി ഇടാൻ പറ്റുന്നില്ല. പിന്നെ അതായി അടുത്ത പരാതി. അങ്ങനെ പരാതിയുള്ള നീണ്ട നിര വന്നപ്പോൾ ഞാൻ ഓർത്ത് ഇത്രയും ചെടിയുണ്ട്, എന്നാൽ പിന്നെ കുറച്ച് ചെടിയും കൂടെ ഇറക്കിയാൽ എന്തുകൊണ്ട് എനിക്ക് സെയിൽ ചെയ്തുകൂടാ? അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴാണ് എനിക്ക് അത്യാവശ്യം കുറച്ച് സ്റ്റാൻഡൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ, ചെടികളൊക്കെ വെക്കാൻ. പിന്നെ കുറച്ച് സ്റ്റാൻഡോടൊക്കെ എല്ലാം തട്ടിക്കൂട്ടി ഇപ്പോൾ കാണിക്കുന്ന ലെവലിലേക്ക് നമ്മൾ കുറേ ചെടികളൊക്കെ ഇറക്കി അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴും കുറേ വലിയ വില കൊടുത്താണ് നമ്മൾ ചെടികൾ ഇറക്കുന്നത്, അറിയാമല്ലോ. നിങ്ങൾ ഒരു ചെടി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വില എത്ര എന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് ബൾക്കായിട്ട് എടുക്കുമ്പോൾ എത്ര രൂപ ചിലവാകുമെന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടാനുള്ളതല്ലേ ഉള്ളൂ. അത്രയും വലിയ വില കൊടുത്ത് നമ്മൾ ചെടികളൊക്കെ ഇറക്കി എല്ലാം അപ്പോഴും വീട്ടിൽ ചോദിക്കും, ഈ ചെടിയൊന്നും വിറ്റ് പോയില്ലേ, എന്ത് ചെയ്യും? അങ്ങനെ ചോദിക്കും. മനസ്സിലെനിക്കും അതൊരു ചോദ്യം ഉണ്ടെങ്കിലും പുറമേ നമ്മൾ തോറ്റു കൊടുക്കില്ലല്ലോ. അപ്പോഴും നമ്മൾ പറയും ഇത് വിറ്റ് പോകും, ഉറപ്പായിട്ടും വിറ്റ് പോകും. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ വലിയ മല്ലയ്യ കളിച്ചാലും നമുക്ക് ഭയമായിരുന്നു, ഇതെങ്ങനെ ഞാനിത് വിൽക്കും, എങ്ങനെ വിറ്റ് പോകുമോ ഇത് എന്നുള്ളൊരു വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിൻ്റെയൊക്കെ ഒരു ഉത്തരവാണ് നിങ്ങളിപ്പോൾ എനിക്ക് ചെയ്യുന്ന ഈ സഹായം. സത്യം അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ചെടികൾ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്ന ആ ഒരു സ്നേഹം, സന്തോഷം, അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഫീഡ്ബാക്കൊക്കെ അറിയിക്കുമല്ലോ, നന്നായിരുന്നു അല്ലെങ്കിൽ നല്ല പാക്കിങ്, അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് വരുമ്പോൾ ഉണ്ടല്ലോ,
നമുക്ക് എന്നെ പോലെയുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ ഈ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഉത്തരവാദിത്വത്തോടെ നന്നായിട്ടത് പാക്ക് ചെയ്യണം, നന്നായിട്ട് അയക്കണം, നിങ്ങളിലേക്ക് നന്നായിട്ട് എത്തണം എന്നൊക്കെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് സന്തോഷത്തോടെ നമ്മളത് ചെയ്യാൻ നമുക്കത് പറ്റും കേട്ടോ. നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് വളരെ വളരെ വലുതാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക്. എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, എനിക്ക് ഒരുപാട് പരിമിതികളുണ്ടെന്ന്. ആ പരിമിതികളിൽ നിന്ന് വീഡിയോ ഒക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഈ 1K 1.2Kയിലേക്കൊക്കെ കയറുമ്പോൾ ഇതെങ്ങനെയെന്ന് ഞാൻ തന്നെ വിചാരിച്ചു. അതിനെന്നെ സഹായിച്ച 2 ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ചെന്നൈവാസികളാണ് കേട്ടോ. ചെന്നൈയിലാണ് അവർ താമസം. കസ്തൂരി, മഞ്ജു. ഈ മഞ്ജു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയും, വീഡിയോ മഞ്ജു ചേച്ചിയുടെ കുറേ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ സബ് ചെയ്യും എന്ന് പറയും. അപ്പോഴും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, കാരണം ഞാനത് അത്രയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ അവർ എല്ലാവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം, അതിങ്ങനെ അത്രയും അതിന് എഫേർട്ട് എടുക്കണം, അങ്ങനെയൊന്നും ഞാൻ സത്യം പറഞ്ഞ് ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. ഞാൻ ചിന്തിച്ചത്, ഞാൻ ഇത്രയും ചെടി ഇറക്കി വെച്ചു, ഈ ചെടികളൊക്കെ എനിക്ക് വിറ്റ് പോകണം, എന്നിട്ട് അടുത്ത ചെടി ഇറക്കണം. അങ്ങനെ ചെടികൾ വിറ്റ് കോടീശ്വരിയാവാനൊന്നുമില്ല കേട്ടോ, ചെടികൾ വിൽക്കണം, അത്രയേ ഉള്ളൂ. ഒരു മനസ്സന്തോഷം, ഒരു മനസ്സുഖം, അങ്ങനെ അത്രയാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ മഞ്ജു ചേച്ചിയാണ് പറഞ്ഞത്, അങ്ങനെ പോരാ, നമ്മളിത് ആൾക്കാരിലേക്ക് എത്തിക്കുക, അതുപോലെ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം, അങ്ങനെ ആൾക്കാരിത് കാണാൻ പറ്റണം എന്നൊരു ചിന്താഗതി എനിക്ക് പറഞ്ഞു തന്ന പുള്ളിക്കാരത്തിയാണ്. അപ്പോൾ ചേച്ചി പിന്നെന്ത് ചെയ്തു, ചേച്ചിയുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരിലേക്ക് ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് ഈ വീഡിയോ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആൾക്കാർ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഏറ്റെടുത്തു എന്നുള്ളതാണ് പറയേണ്ടത്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു സാധാരണ ഒരു വീഡിയോ എന്നല്ലേ ഉള്ളൂ. ഇതിനകത്ത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ നോക്കിയാൽ ഇതിനകത്ത് നിറയെ മിസ്റ്റേക്ക് ആയിരിക്കും, ഇല്ലേ? നിങ്ങളിപ്പം നോക്കിയാൽ തന്നെ അറിയാം, വാടിയ ചെടികൾ ഇതിനകത്തുണ്ടാവും, അല്ലെങ്കിൽ ഒഴിഞ്ഞ പോട്ടുകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ അതൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ നമ്മളൊരു സാധാ എന്ന ലെവലിൽ മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്, ഒരു സാധാ ഫോണിൽ അതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചില പരിമിതികളൊക്കെ നമുക്കുണ്ടാവുമല്ലോ. എങ്കിൽ പോലും ആ ചേച്ചി ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഇത്രയും ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തി എന്നുള്ളതാണ് ഇതിൻ്റെ പരമാർത്ഥം. പിന്നെ രണ്ടാമത്തെ ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറേ നല്ല കസ്റ്റമേഴ്സിനെ കിട്ടി. നിങ്ങൾ എൻ്റെ ഏറ്റവും നല്ല കസ്റ്റമേഴ്സാണ്, നിങ്ങൾ ഓരോരുത്തരും. പറയാതിരിക്കാനൊക്കെയില്ല കേട്ടോ, ഈ സമയത്ത് അത് പറഞ്ഞില്ലെങ്കിൽ വളരെ കഷ്ടം തന്നെയാണ്. എന്താ വെച്ചാൽ, എനിക്ക് എൻ്റേതായ ഒരു ഫ്രീഡം നിങ്ങളെനിക്ക് ചെടി സെയിൽ ചെയ്യുമ്പോൾ തന്നിട്ടുണ്ട്. മറ്റ് പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെടി സെയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടോ, അവർ പൈസ ആരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അയച്ചോ, കൊറിയറിൽ അയച്ചോ, ഇങ്ങനെ ഓരോ സെക്കൻഡിലും വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ 1-2 ഫ്രണ്ട്സ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ടെൻഷനാണ്, അത് അയക്കുന്നതിനും വരെ മനസ്സിന് വെപ്രാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു അഹങ്കാരത്തോടുകൂടി തന്നെ പറയാണ്, നിങ്ങളാണ് എൻ്റെ ശക്തി, സത്യം. കാരണം എൻ്റെ കസ്റ്റമേഴ്സ്, എൻ്റെ കയ്യിൽ നിന്ന് ചെടി എടുത്തിട്ടുള്ളവരല്ല, എനിക്ക് ഒരുപാട് സഹായമാണ് എനിക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്നോ, എന്നെ ഒന്നിനും നിങ്ങളെന്നെ അലട്ടുന്നില്ല, എന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. അതാണ് ഏറ്റവും ഒരു കറക്റ്റായിട്ടുള്ളൊരു വാക്ക്. ഞാൻ വളരെ റിലാക്സ് ചെയ്താണ് ഇത് പാക്ക് ചെയ്യുന്നത്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിത് പാക്കിങ്ങിലേക്ക് കയറുക. പക്ഷേ എനിക്ക് ആകെയുള്ള പ്രശ്നം കുറേ കൊതുക് കടിക്കും. കുറേ കൊതുക് കടി കൊള്ളുമെന്നുള്ളതല്ലാണ്ട് മറ്റേ എനിക്ക് യാതൊരു വിഷമവും കൂടാതെ, ഒരു ടെൻഷൻ കൂടാതെ ഞാൻ ഈ ചെടി നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. അത് ഭയങ്കര സന്തോഷമാണ് എനിക്കത്. പിന്നെന്താണ്, നിങ്ങൾ എനിക്ക് തരുന്ന ഓർഡറിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങൾ ഓർഡർ തരുമ്പോൾ ശരിക്കും എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ വളരെ റിലാക്സ് ആയിട്ടാണ് പാക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിലേക്ക് ചെടികൾ എത്തിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ എനിക്ക് ഈ ചെടികളൊക്കെ എൻ്റെ കയ്യിലിരിക്കുമ്പം വീട്ടുകാരൊക്കെ ഇങ്ങനെ പറയും, ഇത് വിറ്റ് പോലെ എന്ത് ചെയ്യും, ഇത്ര പൈസ ഇങ്ങനെ ഇറക്കിയില്ലേ എന്നിങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ ആ ഒരു പറച്ചിലിന് എന്നെ ആ ഒരു വിഷമഘട്ടത്തിൽ നിന്നും സഹായിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ തന്ന ഈ ഒരു വിശ്വാസമാണ്. എനിക്ക് ബൾക്കായിട്ട് ഞാൻ ഈ ചെടികൾ ഇത്രയും ഇറക്കിയപ്പോഴും ആദ്യത്തെ എനിക്ക് ഓർഡർ തന്നത്
സുധാകരൻ എന്ന് പറഞ്ഞൊരു സാറാണ്. തലശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. പക്ഷെ ആ ഓർഡർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അത് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കത് ഭയങ്കര രാശിയായിരുന്നു. സുധാകരൻ സാറ് ഓർഡർ തന്നു. പക്ഷെ അദ്ദേഹം എടുക്കുന്ന ഓർഡറുകളൊക്കെ ബൾക്കായിട്ടാണ് എനിക്ക് ഓർഡർ തരിക. വലിയ തുകയുടെ ഓർഡർ തരും. അതുപോലെ തന്നെ ബൾക്കായിട്ടാണ് അദ്ദേഹം ചെടി പർച്ചേസ് ചെയ്യുക. എന്നിട്ടോ നമ്മൾ വളരെ റിലാക്സ് ആയിരിക്കും. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. സാറ് ഒരുപാട് ഓർഡർ തന്നിട്ട് പൈസ ടോട്ടൽ എമൗണ്ട് ഇടാൻ പറയും. അപ്പോൾ തന്നെ ഞാൻ പൈസയുടെ ടോട്ടൽ എമൗണ്ട് ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ പറയും, സാർ എനിക്കിപ്പോൾ പൈസ ഇപ്പോൾ ഇടണ്ട, ഞാൻ കൊറിയർ ചെയ്യുന്നതിന് മുമ്പ് മതി എന്ന് പറഞ്ഞാലും സാർ അപ്പം തന്നെ പൈസ നമുക്ക് അയച്ചു തരുവേ. പൈസ അയച്ചു തന്നു കഴിഞ്ഞ് അതോടെ സാറ് പിന്നെ നമ്മളുമായിട്ടുള്ള കോണ്ടാക്റ്റ് അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മളെ വിളിച്ച് സാറ് ഇങ്ങനെ ചെടി അയച്ചോ എന്നയക്കും. ഒരു ദിവസം എനിക്ക് സാറിൻ്റെ ഓർഡർ എടുത്തിട്ട് 2 ദിവസം ലേറ്റായി. പക്ഷെ സാറിൻ്റെ ഒരു ഫോൺ വരുമോ ഒരു മെസ്സേജ് വരുമോ ചെയ്തില്ല. എന്താണ് സമയത്ത് വരാഞ്ഞ്? അത് നമുക്ക് ഭയങ്കര അങ്ങനെയുള്ള നിങ്ങളെപ്പോലെയുള്ള ഓരോ കസ്റ്റമേഴ്സ് അത് പറയാതെ പറ്റില്ല കേട്ടോ. അതാണ് എൻ്റെ വിജയം. സത്യം അത് തന്നെയാണ് എൻ്റെ വിജയം. കഴിഞ്ഞ ദിവസം പന്തളമല്ല അടൂർക്ക് പോകുന്ന ഒരു റൂട്ടാണെന്നാണ് പറഞ്ഞത്. അവിടുന്ന് അമൃതയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ വന്നു. പ്രീത എന്നാണ് ടീച്ചറിൻ്റെ പേര്. പ്രീത ടീച്ചർ ആ അടൂരിൽ നിന്ന് ആക്റ്റീവയാണ് ഇവിടെ വന്നത്, നമ്മുടെ വീട്ടിൽ വന്ന് അന്വേഷിച്ചു തപ്പിപ്പിടിച്ച് പാവ ഇവിടെ വന്നു കേട്ടോ. വന്ന് ചെടിയെടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, ടീച്ചർ ഇത്ര ദൂരം ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വന്ന് എടുക്കാനുള്ള എന്താ അങ്ങനെ എടുത്തത്? ഇത്ര ദൂരമില്ലേ? ഒറ്റയ്ക്കാണ് ടീച്ചർ വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അതെന്താ വെച്ചാൽ ഇയാളുടെ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് എങ്ങനെ ഇവിടെ എത്തിപ്പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അത്രയ്ക്കും ചെടി കണ്ടപ്പം മനസ്സിൽ സന്തോഷം തോന്നി. അതുകൊണ്ട് വാങ്ങിച്ചാലും ശരി വാങ്ങിച്ചില്ലേലും ശരി എനിക്കിതൊന്ന് കാണുകയെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞാണ് ആളിവിടെ വന്നത്. പക്ഷെ തിരിച്ചു പോയപ്പം ടീച്ചർ പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയാം, ദൈവമേ പോലീസ് പിടിക്കാതിരുന്നാൽ മതിയെന്ന്. എന്നുവെച്ചാൽ ആ വണ്ടി ഫുള്ള് ചുറ്റിനും ചെടി നിറച്ച കവറുകളാണ്. അന്ന് മഴയായിരുന്നു. റെയിൻകോട്ടും ഒക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് ചുറ്റിനും വണ്ടി നിറയെ ചെടികളുമായിട്ടാണ് ടീച്ചർ തിരിച്ചു പോയത്. അങ്ങനെയൊക്കെയുള്ള നിങ്ങളാണ് ശരിക്കും എൻ്റെ ധൈര്യം. അപ്പോൾ ഈ ധൈര്യം എനിക്ക് തന്ന നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അതോടൊപ്പം അടുത്ത ആഴ്ച നമുക്ക് കുറച്ച് റെയർ പ്ലാന്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ചയോ അതിനടുത്ത ആഴ്ച, ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ എന്തായാലും നമുക്ക് കുറച്ച് നല്ല റെയർ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഓർഡർ തന്നെ കൊടുത്തിരിക്കുന്നത്. ബൾക്കായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആ ചെടികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ വരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സൊക്കെ നിങ്ങളപ്പോൾ ഓർഡർ തരണം. പിന്നെ വേറെന്താണ്, ഇന്ന് സൺഡേ ആണ്, എല്ലാവരും ഫ്രീ ആണ്. ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കഴിവതും വെളിയിൽ നിന്നൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ച് ധൃതി വെച്ചുള്ള ജീവിതമല്ലേ, ഓട്ടമായിരിക്കുമല്ലോ. ഇന്നിപ്പോൾ ആ ഓട്ടപ്പാച്ചിലിന് ഒരു ഫ്രീ കിട്ടിയൊരു ദിവസമാണ്. അപ്പം വളരെ പാചക കലകളൊക്കെ നടത്തി, സ്വന്തം പരീക്ഷണങ്ങളൊക്കെ നടത്തി അടുക്കള കയറിയിട്ടുണ്ടായിരിക്കുമല്ലോ ഇന്ന്. അതെല്ലാം കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഇരിക്കുന്ന സമയം, നിങ്ങൾ ആ സോഫയിൽ അല്ല നിങ്ങളുടെ സെറ്റിയിൽ ഒന്ന് ചാരി ഇരിക്കുന്ന സമയത്ത് ഈ ഫോണോടൊന്ന് സൈഡിലോട്ടൊന്ന് ചാരി വെച്ചേക്കണേ. എന്നിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് എടുക്കണം കേട്ടോ. ശക്തി ഗാർഡൻ ഒന്ന് എടുത്തിട്ടേ ഒന്ന് ഓപ്പണാക്കി ഒന്ന് കാണണം കേട്ടോ. ആ ഇരിക്കുന്ന സമയത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഓപ്പണാക്കിയേക്ക്. എന്നിട്ട് നിങ്ങളൊന്ന് കണ്ടോ. ഓക്കെ, എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യണം. 8848296441 മെസ്സേജ് ചെയ്യണം. അഭിപ്രായങ്ങൾ പറയണം, സജഷൻസ് തരണം. ഓക്കെ, നിങ്ങളെല്ലാവരോടും എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ നന്ദി ഓരോരുത്തരോടായിട്ട് പറയുക കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. എന്താ ഇനിയും പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും സന്തോഷമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം. ഓക്കെ, ചെടികൾ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യുക. എല്ലാവരും സന്തോഷമായി സമാധാനത്തോടെ ഇരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.